ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് അറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും ISL കാണുന്നെങ്കിൽ അലക്സിസ് ഗോമസ് എന്ന് പറയുന്ന മുഹമ്മദൻസിൻ്റെ പ്ലെയർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് രീതിയും, അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെഹദി തലാൽ പഞ്ചാബ് FCക്ക് വേണ്ടി കളിക്കുന്ന പോലുള്ളൊരു കളിയാണ് അലക്സിസ് ഗോമസ് ഇപ്പോൾ മുഹമ്മദൻസിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കളി കണ്ട് പല ക്ലബ്ബും അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഓഫർ നൽകി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു പ്രീ കോൺട്രാക്റ്റൊക്കെ അടുത്ത സീസണിലേക്ക് കൊടുക്കാൻ വേണ്ടി. എന്തായാലും ക്ലബ്ബുകൾ ഏതൊക്കെയാണ് എന്നേരത്തുള്ള വാർത്തകളൊന്നും പുറത്തേക്ക് വന്നില്ല. 1-2 ക്ലബ്ബുകൾ ഇപ്പോഴേ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് നൽകാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്കറിയാം ഒരു മിഡ്ഫീൽഡറാണ്. നമുക്കിപ്പോൾ മിഡ്ഫീൽഡിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നമെന്ന് പറയുന്നത്. സോ അലക്സിസ് ഗോമസിനെ പോലൊരു പ്ലെയർ വന്നാൽ എന്തുകൊണ്ടും മിഡ്ഫീൽഡ് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അദ്ദേഹം എവിടേക്ക് ആയിരിക്കും പോകുന്നത്. എന്തായാലും മുഹമ്മദൻസിൽ അതിൻ്റെ പെർഫോമൻസ് ടോപ്പാണെങ്കിൽ പോലും മുഹമ്മദൻസ് അത്ര വലിയ പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ അടുത്ത അപ്ഡേറ്റ് തുടർന്ന് വിശാൽ കെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. എന്തായാലും ഇപ്പോൾ എല്ലാ ഫാൻസും ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോഴും ഗുർപ്രീത് സിംഗ് സന്ധുവിനെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സായിട്ട് ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ? വിശാൽ കെയ്ത്തിൻ്റെ പെർഫോമൻസ് കണ്ടില്ലേ, അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജേഴ്സി കളിക്കുന്ന കളി കണ്ടില്ലേ എന്നൊക്കെയാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജേഴ്സിൽ വിശാൽ കെയ്ത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ എല്ലാ ഫാൻസും പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് മോഹൻ ബഗാൻ്റെ ഫാൻസ്, നമുക്കറിയാം ഭയങ്കര ഒരു ടഫ് ടീമാണ് മോഹൻ ബഗാൻ എന്ന് പറയുന്നത്. അവരുടെ പ്ലേയേഴ്സാണെങ്കിലും എല്ലായാലും ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലേയേഴ്സാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും മികച്ച ഫോറിൻ താരങ്ങളും അവർക്ക് തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ സെൻട്രൽ ഫോർവേഡ് പൊസിഷൻ നോക്കിയാൽ അവിടെ ഫോറിൻ നിരയിൽ ഏറ്റവും മികച്ച താരങ്ങൾ അവരുടെ കയ്യിലാണ്. ഡിഫൻസീവ് നോക്കിയാലും ഏറ്റവും പൈസ കൊടുത്ത് മേടിച്ചിരിക്കുന്ന താരങ്ങളും അവരുടെ കയ്യിലാണ്. സോ എല്ലാം കൊണ്ട് സമ്പന്നമായൊരു ക്ലബ്ബാണ്. സോ അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും ഗോൾ കീപ്പറിന് കിട്ടും. ഫോർ മീ, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഗുർപ്രീത് സിംഗ് സന്ധുവാണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ. ഒരു ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ വിശാൽക്ക് സ്റ്റിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് അദ്ദേഹം നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എല്ലാവരും ആദ്യത്തെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയുക.